ഡേയ് ചുമ്മാ ഇങ്ങനെ ഈ മസിൽ ഉരുട്ടിയിട്ടൊന്നും കഥയില്ല കേട്ടാ. എടാ മുമ്പ് ഒരുത്തതുപോലെ ഒരുത്തം ഉണ്ടായിരുന്നു മസിൽ ഉരുത്തേക്കാം. അവസാനം അവന്റെ ഗതി എന്തായെന്നറിയാം. മസിൽ ഉരുട്ടി ഉരുട്ടി പല്ലിയേക്കാൻ നിവർത്തിയില്ല. മസിൽ ഇവിടെ തട്ടും. അതേപോലെ നായിപ്പോവില്ലേ മസിൽ ഉരുട്ട നടക്കണം. എന്റെ ഡാഡി ഗിരിജെ എന്റെ ഡമ്പൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചത്. എന്റെ ശരീരം ഞാൻ ഉരുട്ടെ ഇറക്കെ എന്തെങ്കിലും ചെയ്തോ. എന്തൊരു ഡാർക്ക് രാവിലെ ഒന്നും. എടാ നോക്ക്, ഇവിടെ ഒരു 3-4 മൂട് തെങ്ങുണ്ട്. കുറച്ച് വാഴ ഞാൻ വച്ചിട്ടുണ്ട്. ഒരു മമ്മട്ടി എടുക്കൊണ്ട് പോയി അതിന്റെ മൂട് കിളച്ചിരുന്നേക്കുണ്ടല്ലേ, എന്ത് നന്നായിരുന്നറിയാം. അതിൽ നിന്ന് നമുക്ക് കായ് വലവും കിട്ടും. അല്ലെങ്കിൽ ഞണ്ടേ അത് കിട്ടും കേട്ടാ. അല്ലാതെ ഇങ്ങനെ എനിക്ക് എത്തോണ്ടാടാ. അച്ഛന് എന്നെക്കാളും വലുതാണ് വാഴയും തെങ്ങും അല്ലേ? തന്നെടാ, അതിനെ കൊണ്ട് ഗുണമുണ്ട്, നിന്നെ കൊണ്ട് എന്തിനുണ്ട് എന്ന് ഇതുപോലെ ഇരിക്കൂല വാമന ബോഡിയും വെച്ചോണ്ട്. ഒരു ദിവസം കടപ്പാവും ഇങ്ങനെ അനങ്ങാതെ. അപ്പോഴ് വാഴയും തെങ്ങും കൂടെ വന്ന് മൂത്രം കോരൂല. അനങ്ങ നമ്മൾ തന്നെ വേണ്ടി വരും കേട്ടാ. ഓ അത് നീ എന്തായാലും കാണിക്കും എന്റെ അടുത്താ. അത് സ്വാഭാവികമായിട്ട് അച്ഛൻ സുഖമില്ലാതെ മക്കള് നോക്കും, മക്കള് സുഖമില്ലാതെ അച്ഛൻ. അത് സ്വാഭാവികമായിട്ട് നീ അതൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല കേട്ടാ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു കുറ്റം പറഞ്ഞ അവനത് ചോദിച്ചും പാത്തൊക്കെയാണ് ഇങ്ങനെ കാണിക്കാൻ കേട്ടാ. നീ ബന്ധന് തട്ടിയാ പോവാൻ പല്ലിൽ എല്ലാം പോയില്ലേ? ഇനി അടുത്ത പല്ലിനെ കുറ്റം പറഞ്ഞു. വയസ്സാകുമ്പോ നിനക്കും പോവാടാ പല്ല്. നീ എന്നും ഇങ്ങനെ ഇരിക്കില്ല ഇങ്ങനെ കേട്ടാ. എന്തായാലും നമ്മൾ രണ്ടുപേരില് അച്ഛനല്ലേ ആദ്യം പൈസ ആവുള്ളൂ. അച്ഛനാണ് അച്ഛൻ ആദ്യം പോകുന്ന. അച്ഛൻ ആദ്യം പോവോ മോ ആദ്യം പോകുന്ന ദൈവത്തിനറിയാം. ആ വയസ്സായോണ്ട് ആദ്യം ഞാൻ പോവും. അങ്ങനെയൊന്നും ഇല്ലടേ ഇന്നത്തെ കാലത്ത്. ഡേയ് നീ ഒരു കാര്യം ചെയ്യും, അടുക്കള കയറി ലോകത്തിന് ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കി വേടാ. ബോസ് ഒതുമില്ല കേട്ടോ. ഡാഡി ഈടായിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് കോമഡി കളിക്കുന്നു. അതിന് കാര്യമുണ്ട്. എനിക്ക് നല്ല ന്യൂ ജനറേഷൻ പയ്യന്മാരാട്ടുണ്ട് കമ്പനി. അല്ല കളവന്മാരുമായിട്ടല്ല. ശരി. ചെയ് നിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഈ രാജ്യത്ത് പാർവസ്വമായി എനിക്ക് താല്പര്യമില്ല. ഞാൻ പോയി അധ്വാനിച്ചിട്ട് വരാം. അധ്വാനിക്കണേ കൊള്ളാം. 10 പ്രാവശ്യം അധ്വാനിക്കുമ്പോ 9 പാഴായ പോലെ ഒരെണ്ണെങ്കിലും ബലിക്കണം. ചില പാഴുകളെ കാണുമ്പോ എനിക്കൊരു വാഴ വെച്ചാൽ കൂടി കൊള്ളാൻ തോന്നുമല്ലേ? സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ സത്യം എന്റെ അപ്പൂപ്പൻ്റെ അടുത്ത് പറഞ്ഞോടൊക്കെ ആരും ഇല്ലാതായി. എന്നെ പറയണം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വായിക്കാത്ത കയറിയെന്ന് വർക്കൗട്ട് ചെയ്യാൻ. ഞാൻ പോണ്. അതാണ് നല്ലത്. എടി ചിന്നു, നമ്മൾ ഈ ഉണ്ടാക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാലേ ആഹാരമല്ല, ആഹാരമായിരിക്കരുത്. എടി ഇത് മരുന്നായിരിക്കണം. നമ്മുടെ ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചേരുന്ന മരുന്നായിരിക്കണം. അതിന് ഉദാഹരണമായിട്ട് ഞാനിപ്പോ ഇഞ്ചിക്കറി ഉണ്ടാക്കിയില്ലേ, ഈ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആഹാരമല്ല, ഭയങ്കര മരുന്നാ. ആയുർവേദ മരുന്നുകൾ പോലെ തന്നെ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാല് ഗ്യാസ് ട്രബിള്, അതുപോലെ തന്നെ പുളിച്ചുകെട്ടല്, പിന്നെ നമ്മൾ കക്കുസി പോകുമ്പോൾ ചർക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ ക്ലീൻ ആവും. അതുപോലെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇതൊരു ചികിത്സയാണ്, മരുന്നായത്. അതിനൊക്കെ അറിയാവോ? ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? അതോ അത് ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന സമയം. അന്ന് വീട്ടിൽ വേറെ പെണ്ണുങ്ങളൊക്കെ കുറവാ. വീട്ടിൽ വലിയാനും ഒക്കെ ആയിട്ട് എല്ലാരും കൃഷിപ്പണിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുകയില്ലേ. അങ്ങനെ ഞാനും കൃഷിപ്പണിയൊക്കെ ആയിട്ട് നടക്കുന്നതിന് ഇടയില് എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വെക്കണം. അങ്ങനെ ഞാനിതാണ് പഠിച്ചത്. അതാണല്ലോ ഈ ആവശ്യം ഏതാണ്ട് ഒരു സൃഷ്ടിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയാറുണ്ടല്ലോ. മനുഷ്യന്റെ കണ്ടുപിടുത്തം മനുഷ്യന്റെ ഏതാണ്ടാന്നൊക്കെ പറയുമല്ലോ. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഇംഗ്ലീഷ് അറിയാൻ പറ്റാ. ഈ പഠിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്റെ കല്യാണത്തിന്റെ സമയമില്ലേ, അമ്മ എന്നെ ഒരാഴ്ചയോളം ഇരുന്ന് ക്ലാസ് എടുക്കലാണ്. ഇങ്ങനെ ഇത് വെക്കണം അത് വെക്കണം, ഭർത്താവിന്റെ ഇഷ്ടം മനസ്സിലാക്കി അത് വെച്ചു കൊടുക്കണം. എന്റെ ദൈവമേ എന്തോരം പഠിപ്പിച്ചെന്നറിയാമോ? അല്ല എന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇഷ്ടം തന്നെയാണ് റാമേട്ടന്റെ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് വലിയ കഷ്ടപ്പെടേണ്ടി വന്നില്ല, ഈസിയാണ്. അല്ലടി അവനെ ഈ പാചകം വല്ലതും അറിയാവോ? അതേ അങ്ങനെയൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ പിന്നെ ഞാൻ പഠിപ്പിച്ചെടുത്തു. ഇപ്പൊ അത്യാവശ്യം ചോറും കറിയൊക്കെ വെക്കാൻ അറിയാം. അപ്പൊ എനിക്ക് എങ്ങാനും വയ്യാതായി പോയി റെസ്റ്റ് വേണമെങ്കിലേ നമ്മൾക്ക് ആഹാരം കഴിക്കണ്ടേ, അത്യാവശ്യം ചിലതൊക്കെ ഉണ്ടാക്കാൻ അറിയാം.
അത് മാത്രമല്ലടി, ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണുങ്ങള് ആഹാരം പാചകം ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും ഭാര്യമാരുടെ ഭാഗത്ത്. അങ്ങനെ കൊള്ളിച്ചു പറയണത്. പിന്നെ പഴയ കാലമൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ അടുക്കളയുടെ കോൺസെപ്റ്റ് ഒക്കെ മാറി വരികയല്ലേ. ഇപ്പൊ ആണെന്നോ പെണ്ണെന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാരും പാചകം അറിഞ്ഞിരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്ത് പറയുന്നത്? അല്ല, കുഴപ്പമില്ല എടി. നമ്മൾ ഞാനിപ്പോ ഉണ്ടാക്കിയേ കലക്കാണ്. സൂപ്പർ അല്ലേ? സൂപ്പർ. വല്ലതും ചേർന്നോ? ഉപ്പ് വല്ലതും ചേർന്നോ? ഒട്ടും വേണ്ടല്ലോ. ഇഞ്ചിക്കറി ഈ ഇഞ്ചിക്കറിയുടെ പുറകിൽ ഒരു വലിയ കഥയുണ്ട്, ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്തോ അത്? നീ വിക്രമാദിത്യ മഹാരാജ എന്ന് കേട്ടിട്ടുണ്ടോ? ചരിത്രം. അദ്ദേഹത്തിന്റെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു വരരുചി. ഈ വരരുചിയെ ഒരു ദിവസം ഒരു ദരിദ്ര ബ്രാഹ്മണൻ വന്നിട്ട് അയാളുടെ വീട്ടിലോട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ആള് കാശൊന്നും ഇല്ലാത്തവരാ. വരരുചി പറഞ്ഞു ഞാൻ വീട്ടിൽ വരാം എന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് കയറിയപ്പം ആഹാരം വിളമ്പാനായിട്ട് പോയപ്പം പുള്ളി പറഞ്ഞ എനിക്ക് 101 കൂട്ടം കറി വേണമെന്ന് പറഞ്ഞു. എത്ര കൂട്ടം? 101 കൂട്ടം. അപ്പൊ ദരിദ്ര ബ്രാഹ്മണനാകെ വിഷമിച്ചു. അങ്ങനെ 1-2 കറിയാണ്ടല്ലോ ഉള്ളു. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന മോള്, ബ്രാഹ്മണന്റെ മോള് പഞ്ചമി, അപ്പൊ അവള് പറഞ്ഞാ ധൈര്യമായിട്ടേറ്റു ഉണ്ണാൻ വിളിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ പഞ്ചമി ഉണ്ടാക്കിയ ഒരു കറിയാണ് ഇഞ്ചിക്കറി. അയാൾ 101 കറിയല്ലേ ചോദിച്ചത്? ഇനി 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇത് രുചിച്ചു നോക്കിയായിരുന്നല്ലോ. അതിനകത്ത് പുളിയുണ്ട്, ഉപ്പുണ്ട്, മധുരമുണ്ട്, കവർപ്പുണ്ട്, കയ്പുണ്ട്. ഇല്ലാത്ത രുചി വേറെ വല്ലതും ഉണ്ടോ? അതാണ് 101 ഇനം. ഓ, അപ്പൊ അതിന് പകരം ഇഞ്ചിക്കറി കൊടുത്ത് സെറ്റാക്കി. അടിപൊളി ഐഡിയ. അങ്ങനെ ഒരു ചരിത്രം ഇതിന്റെ പുറകിലുണ്ട്. എന്നാലേ ഈ അണ്ണന്റെ ഒരു കാര്യം, ഇത് എന്തുമാത്രം കഥകളാണ് അണ്ണൻ അറിയാവുന്നത്. അടിപൊളി തന്നെ കേട്ടോ അത്. എന്റെയൊക്കെ കുഞ്ഞുനാളിലേ എന്റെയൊക്കെ വീടുകൾ അമ്മൂമ്മമാരുണ്ടായിരുന്നു. ആ അമ്മൂമ്മമാരായ ഇത്തരം കഥകള് ഞങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് അമ്മൂമ്മമാരില്ല. അഥവാ അമ്മൂമ്മമാരുണ്ടെങ്കിൽ, വീട്ടുകളുണ്ടെങ്കിൽ അവരെ ചുറ്റി ഒരു മൂലയിലാക്കും, അല്ലെങ്കിൽ വൃത്തസാധനങ്ങളിൽ കൊണ്ടുവന്നാക്കും. പണ്ടത്തെ കാലം അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ കഥകളും ഒക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുമ്പം ആ പിള്ളേർ നല്ല പിള്ളേരായിട്ട് മാറും. അല്ലാതെ നമ്മളുടെ സംരക്ഷണയോ നോട്ടോ ഒന്നും ഇല്ലാതെ അവര് വളരെ വശക്കേടായിട്ട് വളരുകയാണെങ്കിൽ പിള്ളേർ വശക്കേടായി പോകും. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ പിള്ളേർ ഈ ആസിഡ് മുഖത്തൊഴുകുകയും ആത്മഹത്യയൊക്കെ ചെയ്യുന്നില്ലയോ? അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന പിള്ളേർക്കാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അണ്ണ ഈ കാര്യം പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ശങ്കരനാണ് കേട്ടോ. ശങ്കരൻ എന്താ? അവന്റെ വീട്ടിൽ എന്തൊക്കെയോ കുറച്ച് പ്രശ്നമുണ്ട്. അവന്റെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാണ്. അങ്ങനെ എന്തെല്ലാമോ പ്രശ്നമുണ്ട് അവന്റെ വീട്ടിൽ. ആണോ? അതാണ് അവൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. എത്ര സ്കൂളിൽ പറഞ്ഞു വിടാൻ നോക്കിയാലും അവൻ സ്കൂളിൽ പോകത്തില്ല. ഇങ്ങനെ കറങ്ങി ഉഴപ്പി ഇവിടെ നടക്കുവാണ്. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. നമുക്ക് റെഡിയാക്കി എടുക്കണം. പ്രശ്നമില്ല. അവന്റെ ആ ഉഴപ്പൊന്ന് മാറ്റി അവനെ സ്കൂളിൽ വിടാം. ഇങ്ങനെ ഈ പ്രായത്തിലെ പിള്ളേർക്ക് അങ്ങനെ അങ്ങനെ ഈ പ്രായത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വശക്കേടാവൂലേ? അവന്റെ ഭാവി പോവും. നമുക്കോ വിദ്യാഭ്യാസം കിട്ടിയില്ലല്ലോ. ഞാനിപ്പോ എന്ന് പറഞ്ഞ ഞാൻ ഈ പഠിക്കുന്ന കാലത്തെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പഠിച്ച് ഒരു എഞ്ചിനീയറോ, ഒരു ഡോക്ടറോ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടോ, ഒരു ജഡ്ജിയോ. ആഗ്രഹം അല്ല, എന്റെ ആഗ്രഹം. പിന്നെ സത്യം കുറഞ്ഞ ഒരു കളക്ടറെങ്കിലും ആവണം. കളക്ട് ചെയ്താണ്. 10ാം ക്ലാസ് ജയിക്കാതിനൊന്നും പറ്റത്തില്ലൂടി. ശരിയാ. അതുകൊണ്ട് പഠിത്തത്തിന്റെ വില എനിക്ക് ശരിക്കറിയാവടി. നമ്മുടെ ശങ്കരനെ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. അവനെ സ്കൂളിൽ വിടണം. വിട്ടേ ഞാൻ നോക്കാം.